എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ LGSൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. 25 ക്വസ്റ്റ്യൻസ് ചെയ്തു കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഈ LGSൻ്റെ പ്രീവിയസ് ഇയറിലെ എല്ലാ പേപ്പറും വേണമെങ്കിൽ നിങ്ങൾ കോഴ്സസ് എന്നുള്ള ഭാഗത്ത് പോയിട്ട് LGS പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് അല്ലെങ്കിൽ LGS എന്നുള്ള ആ കോഴ്സ് എടുത്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ LGS പ്രീവിയസ് ഇയർ പേപ്പർ എന്നുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും, അതായത് 2009 മുതലോ മറ്റോ ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ മാത്സ് ചെയ്തിട്ടുണ്ട്. അത് നോക്കി പഠിക്കാം. ഇനി നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 15 × 12 = എങ്ങനെയാണ് വേഗത്തിൽ ചെയ്യുക എന്നാണ് നമുക്ക് അറിയേണ്ടത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും ഗുണനം 15 × 12 ഇങ്ങനെ എഴുതി നമ്മൾ ഗുണിക്കണത് കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് വേഗത്തിൽ മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 15 × 12 എന്താ എഴുതാം? 10 + 2 എന്ന് എഴുതിക്കൂടെ? 15 × 10 എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം 150 ആണെന്ന്. 15 × 2 എത്രയാണ്? 30 ആണ്. അപ്പൊ 150 30 കൂടി കൂട്ടിയാൽ എത്രയാണ്? 180. മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ വേഗത്തില് അല്ലെങ്കിൽ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യണതാണ് നമ്മൾ വേഗത്തിൽ ചെയ്യേണ്ടത് കേട്ടോ. 1 2 3 എക്സെട്ര 100 സമ്മ് എന്താണെന്ന് ഇങ്ങനെയാണ് നമ്മൾ കാണുക. 100 സംഖ്യകളുടെ സമ്മാണ് ചോദിക്കണത് അല്ലെ. അപ്പൊ 1 2 3 എന്ന് പറയുന്നത് എന്താണ്? എണ്ണൽ സംഖ്യകളാണ് അല്ലെ. ആദ്യത്തെ n പദങ്ങളുടെ തുക കാണാനുള്ള വാക്യം എന്താണ്? n × n+1/2 ആണ്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള വാക്യം n × n+1/2. n എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 100 എണ്ണത്തിന്റെയാണ്. അപ്പൊ 100 × 101/2. ഇതില് 100/2 ആദ്യം ചെയ്യരുത്. നിങ്ങൾ എന്ത് വേണം? 101 × 100 എന്ന് ചെയ്താൽ എത്രയാണ്? 10100 ÷ 2. അതായത് ഇതിന്റെ ഹാഫ്, പകുതി. 10100ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര വരും? 5050 വരും. അപ്പൊ നിങ്ങൾക്ക് വേഗത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2/7 + 3/14 ഇങ്ങനെ വരുമ്പോ എന്താണ്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞു എന്താണ്? ഒരേ ഛേദം വന്നാലേ നമുക്ക് അംശങ്ങൾ കൂട്ടാൻ പറ്റുള്ളൂ എന്ന്. ഇതിൽ ഒരേ ഛേദാണോ? അല്ല. ഇത് 7ഉം ഇത് 14ഉം ആണ്. പക്ഷെ ഇതെന്താണ്? ഇതിന്റെ ഒരു മൾട്ടിപ്പിള്, അതായത് ഇത് × 2 ആണ് 14 അല്ലെ. അപ്പൊ നമുക്ക് LCM ലസാഗു എന്ന് പറയുന്നത് എന്ത് വരും? 14 വരും. അപ്പൊ ഇവിടെ × 2 ചെയ്താൽ മതി. അപ്പൊ ഇവിടെയും × 2 ചെയ്യാം. അപ്പൊ നമുക്ക് അംശം എന്ത് വരും? 4 പ്ലസ് ഇതിന്റെ അംശം എന്താണ്? 3. 4 + 3 എത്രയാണ്? 7. 7/14 എന്ന് വന്നില്ലേ. ഇനി നമുക്ക് ചില കേസിൽ 7/14 എന്നുള്ളതല്ല തരിക, 1/2 എന്നാണ് തരിക. കാരണം എന്താണ്? ഇതിലും 7 പോവും, ഇതിലും 7 പോവും. അപ്പൊ നമുക്ക് 7 7 ഇവിടെ 7 14 1/2 എന്നുള്ളതാണ് ചെറിയ രൂപം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 0.2 × 0.5 എങ്ങനെയാണ് ചെയ്യാം? ഞാൻ പറഞ്ഞു പോയിന്റ് ഉള്ള ഗുണനാണ് വെച്ചെങ്കിൽ നമുക്ക് എന്ത് വേണം? പോയിന്റ് ഇല്ല എന്ന് തന്നെ വിചാരിച്ചോളൂ. അപ്പൊ 2 × 5 അല്ലേ. 2 × 5 എത്രയാണ്? 10 ആണ്. പോയിന്റ് കഴിഞ്ഞ് ഇവിടെ എത്ര സ്ഥാനമുണ്ട്? ഇവിടെ ഒരു സ്ഥാനവും ഇവിടെ ഒരു സ്ഥാനവും ഉണ്ട്. അപ്പൊ നമുക്ക് ആൻസറിൽ എത്ര സ്ഥാനം വരും? 1 1 2 സ്ഥാനം വരണം. അപ്പോൾ ഒരു സ്ഥാനം 2 സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇടുക. നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇവിടുന്നാണ് നീക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ 2 സ്ഥാനം, അത് കഴിഞ്ഞ് പോയിന്റ് ഇടുക. അപ്പൊ നമുക്ക് എന്താ ആൻസർ വന്നേ? 0.1 ആണ്. 0.1 എന്ന് പറയുന്നതും 0.10 എന്ന് പറയുന്നതും സെയിം ആണ്. കാരണം എന്താണ്? 1 കഴിഞ്ഞിട്ടാണ് 0 എങ്കിൽ നമുക്ക് അത് ഇട്ടില്ലെങ്കിലും വേണ്ടില്ല. പക്ഷേ ഇവിടെ 0.01 എന്നുള്ളതാണ് വെച്ചെങ്കിൽ ഈ 0 എന്തായാലും വേണം. അത് വ്യത്യാസം ഞാൻ പറഞ്ഞു തരാം. ഇതെന്ന് പറയുന്നത് എന്താണ്? 10/100 ആണ്. 10/100 എന്ന് പറയുമ്പോൾ ഇത് 1/10 തന്നെയാണ് അല്ലെ. 1/10 എന്ന് പറയുന്നത് 0.1 അല്ലേ. ഇവിടെ എന്താ വരിക? 1/100 ആണ്. ഓക്കെ, 1/100 എന്ന് പറയുന്നതാണ് 0.01. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ അറിഞ്ഞു തന്നെ പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3² + 4². 3² എന്ന് പറഞ്ഞാൽ എന്താണ്? 3 × 3 അല്ലേ. അത് എത്രയാണ്? 9 ആണ്. 4 × 4 അല്ലേ. 4². അത് എത്രയാണ്? 16 ആണ്.
9ഉം 16ഉം കൂടി കൂട്ടി എത്രയാണ്? 25. സിമ്പിൾ ആണ്, പക്ഷെ നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടാവണം വേഗത്തിൽ ചെയ്യാൻ വേണ്ടി. 2x - 7 = 9 ആണ് വെച്ചെങ്കിൽ എക്സ്. ചിലരെന്ത് ചെയ്യും? ഇതെല്ലാം ഇട്ടു നോക്കും. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ വരണേ അതാണെന്ന് പറയും. പക്ഷെ നമുക്ക് ഇട്ടു നോക്കാൻ വേണ്ടി ഈ 4 പ്രാവശ്യം നമ്മൾ ചെയ്യണം അല്ലെ? 2x - 7 എന്ന് പറയുന്നത് 9 ആണ് വെച്ചെങ്കിൽ 2x എന്താവും? 9 + 7 ആവും. അത് എത്രയാണ്? 9 × 7 = 16 ആണ്. അപ്പൊ എക്സ് എത്രയാണ്? 16/2 ആണ്, 8 ആണ്. ഞാൻ പറഞ്ഞു കാരണം എന്താണ്? -7 എന്നുള്ളത് ഈ ഈക്വൽ ടുവിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ അത് +7 ആവും. ഇവിടെ ഇൻറ്റു ആണ് വെച്ചെങ്കിൽ അവിടെ ഡിവൈഡഡ് ബൈ ആവും. ഇവിടെ ഡിവൈഡഡ് ബൈ ആണ് വെച്ചെങ്കിൽ അവിടേക്ക് പോകുമ്പോൾ ഇൻറ്റു ആവും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5 ഫാക്ടോറിയൽ ഈക്വൽ ടു, ഞാൻ പറഞ്ഞു n ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുക? n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 × 2 × എക്സിട്ര n വരെയുള്ള സംഖ്യകൾ ഗുണിച്ചതാണ്. 1 × 2 × എക്സിട്ര n വരെയുള്ള സംഖ്യകൾ ഗുണിച്ചതാണ് n ഫാക്ടോറിയൽ. അപ്പൊ 5 ഫാക്ടോറിയൽ എങ്ങനെ എഴുതുക? 1 മുതൽ 5 വരെയുള്ളത് ഗുണിക്കുക. 1 × 2 × 3 × 4 × 5. സാധാരണ നമ്മൾ എഴുതുമ്പോൾ 5 ഫാക്ടോറിയൽ എന്ന് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാണ്? താഴേക്കാണ് എഴുതുക. 5 × 4 × 3 × 2 × 1 ഇങ്ങനെ എഴുതിയാലും ഇത് എഴുതിയാലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ആൻസർ സെയിം ആണ് കിട്ടുക. 5 × 4 എത്രയാണ്? 20. 20 × 3 എത്രയാണ്? 60. 60 × 2 എത്രയാണ്? 120. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1, 4, 9, 16 എക്സെട്ര 12th ടേം എന്താണ്? 12ാമത്തെ ടേം. അതായത് ഇത് എന്താണ് നോക്കൂ. 1 ഇത് 2² ഇത് 3², ഇത് 4² അല്ലെ? ഇങ്ങനെയല്ലേ വരുന്നത്? അപ്പോ 12ാമത്തെ ടേം ആണ് ചോദിക്കണത്. അപ്പൊ നമുക്ക് ഇത് ഒന്നാമത്തെ ടേം, ഇത് 2ാമത്തെ ടേം, ഇത് 3ാമത്തെ ടേം. 3ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 3², 4ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 4². അപ്പൊ 12ാമത്തെ ടേം എന്ത് വരും? 12². 12² എത്രയാണ്? 144. അറിയില്ല എങ്കിൽ എങ്ങനെ ചെയ്യാം? വേഗത്തിൽ ചെയ്യാം. 10 + 2 ഹോൾ സ്ക്വയർ അല്ലേ? അപ്പൊ 100 + 20 അല്ലെ? 20 × 2 + 4 അല്ലേ? അപ്പൊ എന്താണ് വരിക? 144. ആൻസർ ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2³ × 5² 2³ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 2 × 2 അല്ലെ? ഇൻറ്റു 5 × 5 എത്രയാണ് വരിക? അതായത് 2 × 5 എത്രയാണ്? 10. ഈ 2 × 5 എത്രയാണ്? 10. 10 × 10 എത്രയാണ്? 100. 2 × 100 എത്രയാണ്? 200. അല്ലെങ്കിൽ 2 × 2 × 2 8. 8 × 25. 25 8 25 4 ആണ് 100. അപ്പൊ 25 8 എത്രയാണ്? 200. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1/4 + 1/8 എങ്ങനെയാണ് ചെയ്യാം? ഛേദം എന്ന് പറയുന്നത് 1ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അപ്പൊ നമുക്ക് LCM എന്താണ്? ആ മൾട്ടിപ്പിൾ ആയ സംഖ്യയാണ്, 8 ആണ് വരിക. അപ്പൊ ഇവിടെ × 2 ആണ് ചെയ്യേണ്ടത്. അപ്പൊ മുകളിലും × 2 ചെയ്യണം. അപ്പൊ 1 × 2 2 പ്ലസ് മറ്റേതിന്റെ അംശം എന്താണ്? 1. അപ്പൊ എത്രയാണ്? 3/8. ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 0.6 ഡിവൈഡഡ് ബൈ 0.2 എങ്ങനെയാണ് ചെയ്യുക? 0.6നെ ഞാൻ പറയാം. 0.6 എങ്ങനെ എഴുതാം? 6/10 എന്നാണ് എഴുതുക അല്ലെ? കാരണം പോയിന്റ് കഴിഞ്ഞ എത്ര സ്ഥാനം ഉണ്ടോ അത്രയും 0 ചേർക്കേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് 0.2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2/10 ആണ്. ഇതിനെ ഡിവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുക? 6/10 ഇൻറ്റു വ്യുൽക്രമം എടുക്കുക 10/2. അപ്പൊ ഈ 10ഉം ഈ 10ഉം ക്യാൻസൽ ചെയ്ത് പോയില്ലേ? അപ്പൊ എന്താ വരിക? 6/2 എന്നല്ലേ വരിക? അത് എത്രയാണ്? 3 ആണ്. മനസ്സിലായോ? അപ്പൊ നമുക്ക്
എന്തുകൊണ്ടാ ഞാൻ ഇങ്ങനെ ചെയ്യണേന്ന് വിചാരിച്ചാൽ പോയിന്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ പോയിന്റ് ഇടുമ്പോൾ കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാനാണ് ഞാൻ പോയിന്റ് മാറ്റിയിട്ട് എന്താക്കിയേ ഭിന്നസംഖ്യയാക്കി തന്നത്. ഭിന്നസംഖ്യ ആക്കുമ്പോൾ ഒരെണ്ണത്തിനെ ഡിവൈഡ് ചെയ്യണം വെച്ചെങ്കിൽ നമുക്ക് വ്യുൽക്രമം കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുക. അപ്പൊ വ്യുൽക്രമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അംശത്തിനെ ഛേദാക്കുക, ഛേദത്തിനെ അംശമാക്കുക. അതാണ് വ്യുൽക്രമം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2x + 4 = 20 ആയാൽ x = എങ്ങനെയാണ് ചെയ്യുക? 2x + 4 20 ആണെന്ന് പറഞ്ഞാൽ ഈ +4 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? -4 ആവും. അപ്പൊ 2x = 20 - 4 അല്ലേ? അതായത് 16 അല്ലേ? അപ്പൊ x എന്ന് പറയുന്നത് എന്താവും? ഇവിടെ ഇൻറ്റു ഉള്ളത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ ആവും. 16/2 അത് എത്രയാണ്? 8 ആണ്. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1, 3, 5 എക്സെട്ര 50 ടേംസിന്റെ സമ്മ്. 1, 3, 5 എക്സെട്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ സംഖ്യകളാണ് അല്ലെ? ഒറ്റ സംഖ്യകളാവുമ്പോൾ നമുക്ക് n ടേംസിന്റെ സമ്മ് എന്ന് പറയുന്നത് എന്താണ്? n² ആണ്. n² എന്ന് പറഞ്ഞാൽ 50 × 50 അല്ലെ? 50 × 50 എത്രയാണ്? ഇങ്ങനെയല്ലേ വരാ? അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. അല്ലെങ്കിൽ ഇത് ഒരു AP ആണ്. AP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, അതായത് സമാന്തര ശ്രേണി. സമാന്തര ശ്രേണിയുടെ n ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള വഴി എന്താണ്? Sn = n/2 × 2a + n - 1 × d. ഇത് കൂടുതൽ നേരം എടുക്കും. n/2 × 2a അപ്പൊ 50 ടേംസ് ആണ്. 50/2 × 2a എന്ന് പറഞ്ഞാൽ 2 × 1 അല്ലേ? 2 × 1 2 പ്ലസ് n - 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 50 - 1 49 × d എന്ന് പറഞ്ഞാൽ എന്താണ്? 2. 49 2 എത്രയാണ്? 98 അല്ലേ? 98 × 2 എത്രയാണ്? 100 അല്ലെ? 50/2 എത്രയാണ്? 25 × 100 അല്ലേ വരിക? അപ്പൊ എന്താണ്? 2500 തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 100/4 എങ്ങനെയാണ് ചെയ്യുക? ഡിവിഷൻ ആണ് അല്ലെ? ഹരിക്കണം. 100/4 നമുക്കറിയാം. 100ൽ എത്ര 4 ഉണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? 25 4ആണ് 100. അത് അറിയില്ല എങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പൊ 1ൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. 10ൽ എത്ര പ്രാവശ്യം 4 പോവും? 2 പ്രാവശ്യം. അപ്പൊ 8 അല്ലെ? 24 8. ഇനി 10ന്ന് 8 മൈനസ് ചെയ്യുക. അപ്പൊ എന്താണ്? 2 വരും. പിന്നെ ഇതിനെ ഇറക്കിയിടുക. അപ്പൊ 20 വരും. 20ൽ 4 എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം. 4 20. അപ്പൊ ഏതാണ് ആൻസർ വന്നത്? 25 എന്നുള്ളതല്ലേ ആൻസർ വന്നത്? 100/4 എന്ന് പറയുന്നത് 25. അല്ല, ഇങ്ങനെ ചെയ്യാനും പറ്റും. 100/25. രണ്ടിലും പോണത് ഏതാണ്? 5 പോവും. 5 25. ഇതില് 5 എത്ര പ്രാവശ്യം പോവും? 25 100. ഇനിയും 5 പോവും 1 പ്രാവശ്യം. ഇവിടെ എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. 100/25 4 തന്നെയല്ലേ? അപ്പൊ ഇത് ആൻസർ കറക്റ്റ് ആണെന്ന് മനസ്സിലായില്ലേ? അതിനാണ് 100/4 നമ്മൾ ചെയ്യുമ്പോൾ 100/4 ചെയ്യുമ്പോൾ നമുക്ക് 2 2 4 50 2 100 അല്ലെ? ഇനിയും പകുതി അല്ലെ? അപ്പൊ എത്രയാണ്? 25. ഇത് തന്നെയാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3/10 ഓഫ് 500. അതായത് 500ന്റെ 3/10 ഭാഗം 500 × 3/10. 0 ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റില്ലേ? ഇവിടെയുണ്ട് 0, ഇവിടെയുണ്ട് 0. അതായത് × 10 എന്നുള്ളത് നമ്മൾ കളഞ്ഞു. അപ്പൊ 50 × 3 എത്രയാണ്? 3 5 15. പിന്നെ ഒരു 0. അപ്പൊ എന്താണ്? 150 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2² × 3³ എങ്ങനെയാണ് ആൻസർ പറയാ? 2² എന്ന് പറഞ്ഞാൽ 2 × 2 അല്ലേ? 3³ എന്ന് പറഞ്ഞാൽ 3 × 3 × 3 അല്ലേ? അപ്പൊ എന്താണ് വരിക? ഈ 2 4 4 3 12 12 3 36 36 3 എത്രയാണെന്ന് നോക്കിയാൽ മതിയില്ലേ? അത് എത്രയാണ് വരിക? 108 ആണ് വരിക.
36 ഇൻറ്റു 3 അറിയില്ലാച്ചെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം. 36 ഇൻറ്റു 3 3 6 18 1 3 9 1 10 108. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 2 4 8 10ാമത്തെ ടേം എന്താണെന്ന്. ഇതിലെങ്ങനെയാണ് വരിക നോക്കൂ. പത്താമത്തെ ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് നോക്കി നോക്കൂ. ഇത് ഒരു എന്താണ് സമഗുണിതം അല്ലേ? കാരണം 1 ഇൻറ്റു 2 ആണ് 2, 2 ഇൻറ്റു 2 ആണ് 4, 4 ഇൻറ്റു 2 ആണ് 8 അല്ലെ? പൊതുഗുണിതാണ് ഉള്ളത്. അപ്പൊ nth ടേം കാണാനുള്ള വാക്യം എന്താണ്? a r raised to n minus 1 അല്ലേ? nth ടേം an equal to a r raised to n minus 1. അപ്പൊ a 10 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. a എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഫസ്റ്റ് നമ്പർ അല്ലെ? ഫസ്റ്റ് നമ്പർ എത്രയാണ്? 1 ഇൻറ്റു 6 എത്രയാണ്? പൊതുഗുണിതം, അതായത് 2 റേസ് ടു 10 മൈനസ് 1 അല്ലെ? 10 മൈനസ് 1 അത് എത്രയാണ്? 2 റേസ് ടു 9. 2 റേസ് ടു 9 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു എത്ര പ്രാവശ്യം? 9 പ്രാവശ്യം എഴുതണം അല്ലെ? 9 പ്രാവശ്യം 2നെ എഴുതി ഗുണിച്ചതാണ് 2 റേസ് ടു 9 എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ എന്താണ് വരിക എന്ന് നോക്കുക കേട്ടോ. അതായത് നമുക്ക് 9 പ്രാവശ്യം 2 4 6 8 9, ഈ 2 4 4 2 8 2 16 16 2 32 32 2 64 64 2 128 128 2 256 256 ഇൻറ്റു 2 512. ഏതാണ് ആൻസർ വരിക? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2/3 ഇൻറ്റു 9/4 എങ്ങനെയാണ്? അതായത് ഭിന്നസംഖ്യകളുടെ ഗുണനം 2/3 ഇൻറ്റു 9/4. ഇതെന്താണ്? 4ൽ 2 എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം അല്ലെ? അപ്പൊ ഇതിനെയും ഡിവൈഡ് ബൈ 2 ചെയ്തു, ഇതിനെയും ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ ഇവിടെ 2 എന്നുള്ള ആൻസർ കിട്ടും. ഇവിടെ 9/3 ചെയ്താൽ എത്രയാണ്? 3 ഇവിടെ എല്ലാം വരിക. അപ്പൊ നമുക്ക് എന്താണ് ആൻസർ വന്നത്? 3/2. 3/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 3 ഡിവൈഡഡ് ബൈ 2 2 10 അല്ലെ? 0 0 വരില്ലേ? 10 10ല് 5 പോയിന്റ് ഇടണം അല്ലെ? കാരണം എന്താണ്? ഇവിടെ കഴിഞ്ഞു. ഇനി 0 നമ്മള് പോയിന്റ് കഴിഞ്ഞിട്ടാണ് ഇടണത്. അപ്പൊ ഇവിടെ പോയിന്റ് ഇടണം. 1.5 എന്നുള്ളതാണ്. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 3/2 എന്നുള്ളതിനെ എങ്ങനെയാണ് ഭിന്നസംഖ്യയാക്കുക? അതായത് ഇവിടെ 10 എന്നുള്ളതോ അല്ലെങ്കിൽ 100 എന്നുള്ളതോ 500 അങ്ങനെ ഏതെങ്കിലും ആക്കുക. 10ന്റെ മൾട്ടിപ്പിൾ ഏതെങ്കിലും ആക്കുക. അപ്പൊ ഇവിടെ ഇൻറ്റു 5 അല്ലേ ചെയ്യണ്ടേ? അപ്പൊ ഇവിടെ ഇൻറ്റു 5 ചെയ്താൽ മതിയില്ലേ? അപ്പൊ ഇവിടെ എന്താണ്? 15/10 അല്ലേ വരിക? അതെന്ന് പറയുന്നത് എത്രയാണ്? 1.5 ആണ്. ഇത് തന്നെയാണ് ആൻസർ. ഓക്കെ, ഇത് ഇങ്ങനെ അറിയില്ല എങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 0.125 ഈക്വൽ ടു 0.125നെ നമുക്ക് എങ്ങനെ ഭിന്നസംഖ്യയായിട്ട് എഴുതാം എന്നാണ് നോക്കേണ്ടത് അല്ലെ? ഞാൻ പറഞ്ഞു പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം ഉണ്ട്? 3 സ്ഥാനം. അപ്പൊ നമുക്ക് ഡിവൈഡഡ് ബൈ ഛേദത്തിൽ എന്തുണ്ടാവും? 3 0 ഉണ്ടാവും 1 കഴിഞ്ഞിട്ട് അല്ലെ? അപ്പൊ ബൈ 1000 അല്ലേ? പിന്നെ അല്ലാത്ത സംഖ്യ ഏതാണ്? 125. അപ്പൊ 125/1000 അല്ലേ 0.125 എന്ന് പറയുന്നത്. ഇനി ഇതിനെ ചെറുതാക്കണം അല്ലെ? ഇതിൽ എന്താണ്? 125ല് 25 പോവില്ലേ? എത്ര പ്രാവശ്യം പോവും? 100ല് 4 പ്രാവശ്യമാണ്. അപ്പൊ 125ല് 25 എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം. ഇവിടെ 25 100ല് എത്ര പോവും? 100ല് 25 4 പ്രാവശ്യം. അപ്പൊ 40 അല്ലേ വരിക? ഇനി 5ല് 40ല് 5 എത്ര പ്രാവശ്യം പോവും? 5 40. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ എന്താ കിട്ടുക? 1/8 എന്നുള്ളതാണ്. ഡി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2x - 3 ഈക്വൽ ടു 15. എക്സ് ഈക്വൽ ടു എന്താണ് വരിക? 2x - 3 15 ആണെച്ചെങ്കിൽ 2x ഈക്വൽ ടു 15 + 3 18. അപ്പൊ എക്സ് ഈക്വൽ ടു 18/2 അതായത് 9.
നെക്സ്റ്റ് നമ്മൾ ചെയ്ത് പഠിച്ചാലേ നമുക്ക് വേഗത്തിൽ ആൻസർ കാണുമ്പോഴേക്ക് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. 1, 5, 9 എക്സിട്ര 20 ടേംസിന്റെ സമ്മ്. അതായത് 1, 4, 5, 5, 4, 9 അങ്ങനെയാണ് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്, സമാന്തര ശ്രേണിയാണ്. സമാന്തര ശ്രേണിയുടെ 20 ടേംസിന്റെ സമ്മ്, അതായത് എസ് എൻ എന്ന് പറയണത്, എൻ ടേംസിന്റെ സമ്മ് എന്ന് പറയണത് n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും, n/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 ടേംസ് ആണ്. അപ്പൊ 20/2 എന്ത് വരും, 10. 10 ഇൻറ്റു 2 ഇൻറ്റു a എന്താണ്, 1 ആണ്, പ്ലസ് n-1 എന്ന് പറഞ്ഞാൽ 20 - 1 19 ഇൻറ്റു d എന്ന് പറഞ്ഞാൽ എന്താണ്, 4. അപ്പൊ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക, 9 4 36 3 4 3 7 76 പ്ലസ് 2 78 ഇൻറ്റു 10 അല്ലേ. ഇങ്ങനെയല്ലേ വരിക. 9 4 36 3 76 76 2 78 780. ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. അപ്പൊ അത് കറക്റ്റ് ചെയ്യണം കേട്ടോ. 780 എന്നുള്ളതാണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 50% ഓഫ് 600 എങ്ങനെയാ കാണുക. 50% എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതുക, 50/100 അല്ലെ. ഏതിന്റെ, 600ന്റെ ഇൻറ്റു 600. അപ്പൊ നമുക്ക് എന്ത് വരും, ഈ 0 ക്യാൻസൽ ചെയ്ത് പോവില്ലേ. 600ൽ 100 6 പ്രാവശ്യമാണ്. അപ്പൊ 6×5 30, പിന്നെ ഒരു 0 കൂടി. അപ്പൊ എന്താണ്, 300 എന്നുള്ളതല്ലേ ആൻസർ ആയിട്ട് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2³ ഇൻറ്റു 7² എങ്ങനെ എഴുതുക, 2 ഇൻറ്റു 2 ഇൻറ്റു 2, അതായത് 2³ എന്ന് പറഞ്ഞാൽ 8 ആണ്. 7² എന്ന് പറഞ്ഞാൽ എന്താണ്, 49 ആണ് അല്ലെ. 7 ഇൻറ്റു 7 49. 8 ഇൻറ്റു 49 എത്രയാണ്, 89 72 7 4 32 7 39 392 എന്നുള്ളതല്ലേ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1/5 പ്ലസ് 2/10. 1/2 1/5 പ്ലസ് 2/10 എങ്ങനെയാണ്, 5ന്റെ ഗുണിതാണ് അല്ലെ. അപ്പൊ ഇൻറ്റു 2 ചെയ്താൽ പോരെ. അപ്പൊ ഇവിടെ ഇൻറ്റു 2 ചെയ്യണം. അപ്പൊ എത്രയാണ്, 2/10 പ്ലസ് 2/10 അത് എത്രയാണ്, 4/10. 4/10 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 പോവും അല്ലെ. 2 5 2/5 അല്ലേ. അപ്പൊ ഏതാണ് ആൻസർ, ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 2 3 എക്സിട്ര 200 സമ്മ്. 200 സംഖ്യകളുടെ സമ്മാണ് ചോദിച്ചേക്കണം അല്ലെ. അപ്പൊ 1 2 3 എന്ന് പറഞ്ഞത് എന്താണ്, എണ്ണൽ സംഖ്യകളാണ്. n ടേംസിന്റെ സമ്മ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, n ഇൻറ്റു n+1/2 അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും, 200 ഇൻറ്റു 201/2 ഇങ്ങനെയല്ലേ വരിക. 200/201 ഇൻറ്റു 2. അപ്പൊ 200ല് 2 100 പ്രാവശ്യം അല്ലെ. 201 ഇൻറ്റു 100 എത്രയാണ്, 20,100 അല്ലെ. 201 ഇട്ടിട്ട് പിന്നെ 2 0 കൂടി ചേർക്കുക. അപ്പൊ ഏതാണ് ആൻസർ, എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.